സാൻമാർഗിക കാര്യങ്ങളിൽ വെള്ളം ചേർക്കരുത്. യോവേൽ പ്രവചനം 1:1-15 വരെ. ചിന്തയ്ക്കായിട്ട് 5-ാം വാക്യം. മദ്യപന്മാരെ ഉണർന്ന് കരവിൻ, വീഞ്ഞു കുടിക്കുന്ന ഏവരുമായുള്ളവരെ പുതുവീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കയാൽ മുറയിടുവിൻ. ആധുനിക നഗരവൽക്കരണത്തിൻ്റെ വളർച്ചയോടൊപ്പം മദ്യപാനാസക്തിയും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ സുവിദിതമാണല്ലോ. മദ്യനിരോധനത്തിനും മദ്യവർജനത്തിനും മതിയായ പിന്തുണ ലഭിക്കുന്നില്ലെന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. മദ്യപാനത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ പോലും സമൂഹ ഗാത്രത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഈ അർബുദ വ്യാധിയുടെ നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ ഉന്നത തലത്തിൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ കോക്ടെയിൽ പാർട്ടികളിലും മറ്റും പങ്കെടുക്കണമെന്നുള്ള ധാരണ പലർക്കുമുണ്ട്. ചുരുക്കത്തിൽ മദ്യം മാന്യതയുടെ ഉടുപ്പണിഞ്ഞ് ആധുനിക സമൂഹത്തിൽ കടന്നുകൂടിയിരിക്കുന്നു എന്ന് പറയാം. ലിങ്കൺ ഒബ്സർവർ എന്ന അമേരിക്കൻ പത്രത്തിൽ അമേരിക്കയിൽ പരീക്ഷണാർത്ഥം നടപ്പാക്കിയ മദ്യനിരോധനത്തെ പരാമർശിച്ച് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധേയമാണ്. മദ്യനിരോധനം കൊണ്ട് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുകയില്ലെന്നും അതൊരു പരാജയമാണെന്നും അഭിപ്രായപ്പെടുന്നവർ പറയുന്നത് മദ്യത്തിൻ്റെ കള്ളക്കടത്തുണ്ടാകുമെന്നും നിയമം നടപ്പാക്കേണ്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പോലും കണ്ണടയ്ക്കുമെന്നുമാണ്. മദ്യനിരോധനം അമേരിക്കയിൽ 13 വർഷം പരീക്ഷിച്ചു നോക്കി. അക്കാലത്ത് തടവ് ശിക്ഷ 38% കുറഞ്ഞുവെന്ന് കണക്കുകൾ പറയുന്നു. കുറ്റകൃത്യങ്ങൾ 35 മുതൽ 40% വരെ കുറയുകയുമുണ്ടായി. മദ്യനിരോധനം പരാജയമാണെന്ന് വാദിക്കുന്നവരോട് ചോദിക്കുന്നു, എബ്രഹാം ലിങ്കൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പരാജയമായിരുന്നുവോ? അതുകൊണ്ടത് റദ്ദ് ചെയ്യണമെന്ന് ആരെങ്കിലും പറയുമോ? മയക്കുമരുന്നുകൾക്കെതിരെ കർശന നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ കള്ളക്കടത്ത് മൂലം ആ നിയമം പരാജയപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് പ്രസ്തുത നിയമം എടുത്തു കളയണമെന്ന് ആരെങ്കിലും പറയുമോ? ക്രിമിനൽ കുറ്റം നിയമവിരുദ്ധമാണ്, പക്ഷേ നിയമങ്ങൾ അതിനെ ഇല്ലാതാക്കുന്നില്ല. സാൻമാർഗികതയ്ക്കുള്ള ശാശ്വതമായ മാനദണ്ഡമാണ് ദൈവം നൽകിയിട്ടുള്ള 10 കൽപ്പനകൾ. മനുഷ്യൻ കൽപ്പനകൾ ലംഘിക്കുന്നതുകൊണ്ട് അവ റദ്ദ് ചെയ്യണമെന്ന് വാദിക്കുന്നവരുണ്ടോ? ജനപ്രതിനിധികളും ഭരണാധികാരികളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അഴിമതി കാട്ടിയെന്ന് വെച്ച് നിയമങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമോ? നിയമങ്ങളും ചട്ടങ്ങളും നീക്കുന്നതുകൊണ്ട് തെറ്റ് ശരിയാവുകയില്ല. പച്ചവെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരുവൻ രോഗിയോ കടക്കാരനോ അയാൾ ഭാര്യ വിധവയോ ആയിത്തീരുകയില്ല. മിതമായി മദ്യപിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഡോക്ടർമാർ പോലും ചിലപ്പോൾ അല്പം മദ്യം കഴിച്ചുകൊള്ളാൻ ചിലരെ അനുവദിക്കും. എന്നാൽ മിതമായി മദ്യം കഴിക്കുന്നത് മദ്യപാനം എന്ന പ്രശ്നത്തിന് പരിഹാരമല്ല. പ്രത്യുത അമിതമായ മദ്യപാനത്തിൻ്റെ പ്രധാന കാരണമായി അത് ഭവിക്കും. മദ്യപാന ശീലം അഭ്യസിക്കാനുള്ള പാഠശാലയാണ് മിതമായ മദ്യസേവ. അമേരിക്കയിൽ 50,000 ആളുകൾ മദ്യപാനവും പുകവലിയും മൂലം മരണമടയുമ്പോൾ പേപ്പട്ടി കടിച്ച് ഒരാൾ മാത്രമേ മരിക്കുന്നുള്ളൂ. എങ്കിലും ആ പേപ്പട്ടിയെ വെടിവെച്ച് കൊല്ലുകയും മദ്യത്തിനും പുകവലിക്കും ലൈസൻസ് നൽകുകയുമാണ് ചെയ്യുന്നത്. മദ്യപാനം എന്ന മഹാവിപത്ത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് നോക്കുക. യെശയ്യാ 5:11. അതിരാവിലെ എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞ് തലയ്ക്ക് പിടിച്ച് മത്തനാകുന്നവരെ രാത്രിയോഗോളം കുടി തുടരുകയും ചെയ്യുന്നവനെ ഹാ കഷ്ടം. അവരുടെ വിരുന്ന് സൽക്കാരങ്ങളിൽ കിന്നരവും വീണയും തപ്പും കുഴലും മദ്യവുമുണ്ട്. അന്നു മാത്രമല്ല, ഇന്നും വിരുന്നുകളിൽ ഇവയെല്ലാം ഉണ്ട്. ഹബക്കൂക്ക് 2:15. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് മദ്യം കൊടുക്കുകയും നഞ്ച് കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവനെ ഹാ കഷ്ടം എന്നാണ് പ്രവാചകനും പറയുന്നത്. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനും ആകുന്നു. മദ്യപിച്ച് ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമനും പറയുന്നു. ഇങ്ങനെ ബൈബിളിൽ ഉടനീളം മദ്യപാനം മനുഷ്യ ജീവിതത്തിന് എത്രമാത്രം കേട് ചെയ്യുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തെയും ബുദ്ധിശക്തിയെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മദ്യത്തെ മാന്യതയുടെ പേരിൽ എത്ര പേർ ആശ്ലേഷിക്കുന്നുണ്ട്. തങ്ങളുടെ ഭാര്യമാരെ അകാലത്ത് വിധവമാരാക്കുകയും കുഞ്ഞുങ്ങളെ അച്ഛനില്ലാത്തവരാക്കി തീർക്കുകയും ചെയ്യുന്ന വിനാശകരമായ ഒരു ദുശീലത്തെയാണ്
മാന്യതയുടെ പേരിൽ താലോലിച്ച് വളർത്തുന്നതെന്ന് മദ്യപിച്ച് ഉല്ലസിക്കുമ്പോൾ പലരും ഓർക്കാറില്ല. മദ്യപൻ്റെ സന്താനങ്ങൾ മന്ദബുദ്ധികളായി തീരുന്നതും അപൂർവമല്ല. ധാർമ്മികമായ ജീവിത പ്രമാണങ്ങളിൽ വെള്ളം ചേർത്ത് അവിടെ സാന്ദ്രത കുറയ്ക്കാനുള്ള പ്രവണത വലിയ വിപത്ത് വരുത്തിവെക്കും. അല്പമൊന്ന് കുടിക്കുന്നത് അത്ര വലിയ പാപമൊന്നുമല്ല എന്ന് ധാർമ്മികതയുടെ കാവൽ ഭടന്മാരെന്ന് ഭാവിക്കുന്നവർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ധാർമ്മിക ജീവിത പ്രമാണങ്ങളിലുള്ള വെള്ളം ചേർക്കലാണിത്. ഇന്ന് ഒരു തുള്ളി കുടിച്ചാൽ നാളെ 2 തുള്ളി കുടിക്കാനുള്ള പ്രേരണയുണ്ടാകുമെന്ന് ഈ ആളുകൾ മറന്നുകൂടാ. മദ്യപാനാസക്തിയുടെ പിടിയിൽ പലരും അമരുന്നത് അങ്ങനെയാണ്. ഓർക്കണമേ, ജ്ഞാനി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി മുമ്പോട്ട് പോയി ദുരന്തം വരിക്കുന്നു. റോമർ 13:13. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.